വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ മുസ്ലിം ലീഗിന് അവകാശം നഷ്ടപ്പെട്ടതായി INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. തളിപ്പറമ്പിൽ അതാണ് കാണുന്നത്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പേരിൽ സ്വത്ത് തട്ടിയെടുക്കാൻ നടത്തുന്ന ശ്രമം ചെറുക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. വഖഫ് സ്വത്ത് കൈക്കലാക്കാനുള്ള നീക്കമാണ് തളിപ്പറമ്പിൽ മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. ഇതിനായി കള്ളരേഖകൾ ചമച്ചു. സ്വത്ത് കൈക്കലാക്കാൻ ലീഗ് നേതാക്കൾ നേതൃത്വം നൽകുന്ന സൊസൈറ്റി കോടതിയിൽ പോയപ്പോഴാണ് ഈ നീക്കം പുറത്തുവന്നതെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവനും തന്നെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ്. ഇവരെന്നിട്ട് ഇത് വഖഫ് സ്വത്തല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഭാഗത്ത് വഖഫ് സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു, മോദിയുടെ നിയമം ഭരണഘടന വിരുദ്ധമാണ്, അവർ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മറുഭാഗത്ത് ജുബായത്ത് പള്ളിയുടെ കീഴിലുള്ള വഖഫ് സ്വത്ത് ഇവർ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജ രേഖകൾ അവിടെ ഹാജരാക്കി. ഉത്തര കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണാനാണ് തളിപ്പറമ്പിൽ സർ സെയ്ദ് കോളേജ് തുടങ്ങിയത്. തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ 22 ഏക്കർ ഭൂമി 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി തുടങ്ങിയ സ്ഥാപനമാണത്. ഈ സൊസൈറ്റി മുസ്ലിം ലീഗ് കൈയടക്കിയതോടെ അഴിമതിയും സ്വജന പക്ഷപാതവുമാണ് നടക്കുന്നത്. ഈ സൊസൈറ്റിക്ക് കീഴിലുള്ള സീതി സാഹിബ് സ്കൂളിന് +1 അഡീഷണൽ ബാച്ച് അനുവദിച്ചു കിട്ടാൻ വരെ 15 ലക്ഷം രൂപ ലീഗിന്റെ ആസ്ഥാനത്ത് എത്തിക്കേണ്ടി വന്നതായും ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണാമെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. കോഴ്സ് കിട്ടണമെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നടപടിക്രമങ്ങളൊന്നുമല്ല, രാഷ്ട്രീയമായ നടപടിക്രമങ്ങളാണ്. 15 ലക്ഷം രൂപ മലപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തു. ആർക്ക് കൊടുത്തു? ഒരു ചെറിയ അന്വേഷണം നിങ്ങൾ നടത്തിയാൽ മതി. അത് കൊണ്ടുകൊടുത്തത് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുകൊടുത്തതാവട്ടെ ആരാന്നറിയില്ലേ, അവിടുത്തെ പ്യൂണ അഷ്റഫ്. വഖഫ് സ്വത്ത് സൊസൈറ്റിയുടെ സ്വത്താണെന്ന് സ്ഥാപിക്കാനാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ സൊസൈറ്റിയിൽ ഉള്ളത്. ഇങ്ങനെ വഖഫ് സ്വത്ത് തട്ടിയെടുക്കുന്ന പാർട്ടിക്ക് മോദി സർക്കാരിന്റെ വഖഫ് ഭേദഗതിക്കെതിരെ എങ്ങനെ പ്രതിഷേധിക്കാനാകുമെന്നും കാസിം ഇരിക്കൂർ ചോദിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ ഖാദി. സാദിഖ് അലി തങ്ങളും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ദുരൂഹമാണെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. INL നേതാക്കളായ ഹമീദ് ചെങ്ങളായി, ഇക്ബാൽ പോപ്പുലർ, സിറാജ് തയ്യിൽ, അസ്ലം പിലാക്കോൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.